മിഥുൻ, why are you avoiding me? ഇന്നലെ ഇന്നും എത്ര തവണ വിളിച്ചു, എത്ര മെസ്സേജ് അയച്ചു, ഒന്നിനും റെസ്പോണ്ട് ചെയ്തത് പോലുമില്ല. ഈ 2-3 ദിവസം കൊണ്ട് നിനക്ക് എന്താ സംഭവിച്ചേ? എന്റെ ആദ്യം നടന്ന എൻഗേജ്മെന്റ് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഇല്ല. Then why are you avoiding me? എന്നെ ടെൻഷൻ അടുപ്പിക്കാതൊന്ന് പറ മിഥുൻ. പറയാം. കല്യാണ സ്ഥലത്ത് വെച്ച് പഴയൊരു സുഹൃത്തിനെ കണ്ടു. അവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക. അവനോട് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി പറഞ്ഞു, ആഫ്റ്റർ മാരേജ് ലഗേജ് കൂടെ കൂട്ടാൻ പറ്റില്ല. ഈ ലഗേജ് എന്ന് പറയുന്നത് ഇൻലോസിനെ വിളിക്കുന്ന കൊടുവാക്ക. അവളത് പറഞ്ഞപ്പോൾ അവന് വിഷമായി. അവനമ്മ മാത്രമേ ഉള്ളൂ. കേട്ടപ്പോൾ എനിക്കും ഭയങ്കര വിഷമായി. പ്ലീസ്, എന്നെ അത്തരം പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടല്ലേ. നീ വേണ്ടെന്ന് പറഞ്ഞാലും നിന്റെ അമ്മച്ചനും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. സത്യം. മോര് നല്ലതാട്ടാ, കുടിക്ക്. സന്തോഷമാണ് കാരണമെങ്കിൽ കുറച്ച് മദ്യമാവും. മറിച്ച് ഇമോഷണലാണ് കാരണമെങ്കിൽ മോനെ അത് വേണ്ട. തമിഴ്നാട്ടിൽ നിന്ന് നീ വന്ന മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്കെന്ത് പറ്റി? കൂട്ടുകാരുമായിട്ട് നീ വഴക്കിട്ടു? വൈദ്യേശ്വരൻ കോവിലിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായോ? എന്താ സംഭവിച്ചത്? നീ അച്ഛനോട് പറ. திருமண பிராப்தம் இல்லை. அந்த பொண்ணுக்கு ஆயுசு ரொம்ப கம்மி. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണെന്ന് അറിയാമോ? സംഭവിക്കാൻ സാധ്യതയുള്ളത്. പോസിബിലിറ്റീസ്, പ്രോബബിലിറ്റീസ്. ഡോക്ടേഴ്സ് പറയാറില്ലേ, സിംറ്റംസ്. രോഗം വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി പറയില്ലേ? സെയിം. അച്ഛാ, അയാൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ ശരിയായിരുന്നു. ദാറ്റ് ഇസ് പാസ്റ്റ്. സംഭവിച്ചതിനെ കുറിച്ച് പറയുന്ന പോലെ അല്ല സംഭവിക്കാൻ സാധ്യതയുള്ളതിനെ കുറിച്ച് പറയുന്നത്. ഇറ്റ് ഇസ് സം സോർട്ട് ഓഫ് എ വാർണിംഗ്. ആദ്യം നിങ്ങൾ കല്യാണത്തിന് പോകണ്ടെന്ന് തീരുമാനിച്ചു, പിന്നെ ആ തീരുമാനം മാറ്റിപ്പോയി. അവിടെ ജ്യോത്സ്യരെ കാണാൻ താല്പര്യമില്ലാതിരുന്നിട്ടും കണ്ടു. താല്പര്യമില്ലാത്ത വിഷയങ്ങൾ കേട്ടു. വിധിയാണെങ്കിൽ, നടക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ പോകില്ല, കാണില്ല, കേൾക്കില്ല. നടക്കേണ്ടത് നടക്കും. അവിടെ പോയതും കണ്ടതും കേട്ടതും ഒക്കെ നിമിത്തങ്ങളാണ്. ദാറ്റ് മീൻസ് പോം വഴികൾ ഉണ്ടാവും.